പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമല്ല, ഡിസംബർ 31 കേരള പോലീസിൽ ചില ട്രാൻസ്ഫർ പോസ്റ്റിങ്ങുകളും ചില പ്രൊമോഷനുകളും ഒക്കെ നടന്നു. ഡിസംബർ 31 ആ പോസ്റ്റിങ്, ട്രാൻസ്ഫർ പോസ്റ്റിങ്ങുകളും പ്രൊമോഷനൊന്നും നമ്മളാരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല. അതങ്ങനെ നടന്നങ്ങ് പോയി. എന്നാൽ ആ ട്രാൻസ്ഫറുകളുടെയും പോസ്റ്റിങ്ങുകളുടെയും ഇടയിലൂടെ ഈ പിണറായി സർക്കാർ നടത്തിയ ഒരു നിയമനം, ആ നിയമനത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ അൺഅസ്യൂമിംഗ് ആയിട്ട് നടത്തിയെങ്കിലും ആ നിയമനത്തിന് ഇന്നത്തെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവും നിർണായക സ്വഭാവവുമുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഡിസംബർ 31 വന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരള പോലീസിൽ സ്ഥലമാറ്റങ്ങൾ, 5 IPS ഉദ്യോഗസ്ഥന്മാരെ IG റാങ്കിലേക്കും 3 പേരെ DIG റാങ്കിലേക്കും പ്രൊമോട്ട് ചെയ്തു, അവർക്ക് സ്ഥാനക്കയറ്റം നൽകി എന്നുള്ളതായിരുന്നു അതിനകത്ത് ആ വാർത്ത. ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് 2008 IPS ഉദ്യോഗസ്ഥന്മാർക്ക് ജനുവരി 1 മുതൽ, ഡിസംബർ 31 നടന്നെങ്കിൽ ജനുവരി 1 മുതൽ അവർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു. അതിൽ IG റാങ്കിലേക്ക് പുട്ട വിമലാദിത്യ, S അജിത ബീഗം, R നിശാന്തിനി, S സതീഷ് ബിനോ, രാഹുൽ R നായർ, അവരെല്ലാവരെയും IG ആയിട്ട് പോസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വേറെ ചില ട്രാൻസ്ഫറും പോസ്റ്റിങ്ങുകളൊക്കെ നടന്നു. സ്പർജൻ കുമാറിനെ തിരുവനന്തപുരം IGP സൗത്ത് സോണായിട്ട് വെച്ചു. ശ്യാം സുന്ദറിനെ ഇൻ്റലിജൻസ് IGP ആയിട്ട് വെച്ചു. അതുപോലെ തന്നെ പുട്ട വിമലാദിത്യ ഇൻ്റേണൽ സെക്യൂരിറ്റിയുടെ IGP ആയിട്ട് വെച്ചു. അജിതാ ബീഗത്തിനെ ഇക്കണോമിക്സ് വിങ്ങിൻ്റെ IG ആയിട്ട് വെച്ചു. നിശാന്തിനിയെ IG ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വെച്ചു. സതീഷ് ബിനോയെ ആംഡ് പോലീസിൻ്റെ IG ആയിട്ട് വെച്ചു. ഒരു പ്രത്യേക ഓർഡറിനനുസരിച്ച് ഗവൺമെൻറ് ഒരു മിനിറ്റ് ഇത്രയും പേരെ പ്രൊമോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു പ്രത്യേക ഓർഡറിൽ 2012 IPS ഉദ്യോഗസ്ഥന്മാർക്കും ചില പ്രൊമോഷൻ നടന്നു. ശിവവിക്രം G, അരുൺ B കൃഷ്ണ, ഹിമേന്ദ്രനാഥ്, അവർക്കും പ്രൊമോഷൻ കിട്ടി. എന്നാൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മാറ്റങ്ങളുടെ, ഈ റീഷഫിളിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ പോലീസ് കമ്മീഷണർ DIG ആയിരുന്ന തോംസൺ ജോസിനെ DIG വിജിലൻസായി നിയമിച്ചു ആണെന്നാണ്. 2, തൃശ്ശൂർ റേഞ്ച് DIG ഹരിശങ്കറിനെ കൊച്ചിയിലെ DIGയും കമ്മീഷണർ ഓഫ് പോലീസുമായി നിയമിച്ചു. കാർത്തിക് K എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ, അദ്ദേഹം വിജിലൻസ് DIG ആയിരുന്നു, അദ്ദേഹത്തിനെ തിരുവനന്തപുരത്തെ DIG കമ്മീഷണറുമായി നിയമിച്ചു. ഇതാണ് ഡിസംബർ 31 വന്നൊരു വാർത്ത. അത് ജനുവരി 1 മുതൽ അത് നടപ്പിൽ വരും. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങുകളുടെയും ഈ പ്രൊമോഷൻ്റെയും ഒക്കെ വാർത്തകളുടെ ഇടയിൽ വളരെ ആകസ്മികം എന്ന് തോന്നിക്കുന്ന നിലയിൽ നടത്തിയ ഒരു നിയമനത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് ചില സംശയങ്ങൾ ഇവിടെ ഉന്നയിക്കാനുള്ളത്. കാരണം ഈ വാർത്തയുടെ അവസാനം തോംസൺ ജോസിനെ മാറ്റി, കാർത്തിക് എന്ന് പറഞ്ഞ ആളെ മാറ്റി. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാറ്റമുണ്ട്. ആ സ്ഥലമാറ്റമാണ് തൃശ്ശൂർ റേഞ്ച് DIG ആയിരുന്ന ഹരിശങ്കറിനെ കൊച്ചി സിറ്റിയിലെ പോലീസ് കമ്മീഷണറും DIGയുമായി സ്ഥലം മാറ്റി എന്ന ആ ഒരു സ്ഥലമാറ്റം. അതിന് നമുക്കൊരു സംശയം തോന്നുന്നു വെച്ചാൽ, ഈ ഹരിശങ്കർ തൃശ്ശൂർ റേഞ്ച് DIG ആണ്. തൃശ്ശൂർ റേഞ്ച് DIG ആയി പ്രവർത്തിക്കുന്ന ഹരിശങ്കറിനെ തൊട്ടപ്പുറത്തെ ജില്ലയിലെ DIGയും കമ്മീഷണർ ഓഫ് പോലീസും ആക്കി മാറ്റുന്നതിൻ്റെ യുക്തി എന്താണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഒരു വകുപ്പിൽ നിന്ന് വേറൊരു വകുപ്പിലേക്ക് വേണേൽ മാറ്റാം, അല്ലെങ്കിൽ ദൂരെയുള്ള ജില്ലയിൽ നിന്ന് തെക്കുള്ള ജില്ലയിൽ നിന്ന് വടക്കുള്ള ജില്ലയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ വടക്കുള്ള ജില്ലയിൽ നിന്ന് തെക്കുള്ള ജില്ലയിലേക്ക് മാറ്റാം, അങ്ങനെയൊക്കെ മാറ്റാം. പക്ഷേ ഈ തൃശ്ശൂരുള്ള DIGയെ എറണാകുളത്തേക്ക് മാറ്റുന്നതിൻ്റെ യുക്തി എന്താ എന്നൊരു സംശയം സ്വാഭാവികമായും വരാമല്ലോ. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് ഒരു ഇൻഅഡ്വർട്ടൻ്റ് ആയിട്ടുള്ള, മലയാളത്തിൽ പറഞ്ഞാൽ ആകസ്മികമായിട്ടുള്ളൊരു സ്ഥലമാറ്റമായി കാണാൻ ഞാൻ തയ്യാറല്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.
സുഹൃത്തുക്കളെ, ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ആരാണ് ഹരിശങ്കർ? ഹരിശങ്കർ എന്ന് പറയുന്നത് KP ശങ്കരദാസ് എന്ന് പറയുന്ന A. പത്മകുമാറിനോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ ശബരിമല പെരുങ്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ആളാണ്. അയാളാണ് KP ശങ്കരദാസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് A. പത്മകുമാർ ഏതാണ്ട് 2 മാസക്കാലത്തോളമായിട്ട് ജയിലിലാണ്. KP ശങ്കരദാസിനോടൊപ്പം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന വിജയകുമാറും ഡിസംബർ 29 മുതൽ ജയിലിലാണ്. വിജയകുമാറിനെ 29 തീയതി അറസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം ഡിസംബർ 19 തീയതി ജസ്റ്റിസ് A. ബദറുദ്ദീൻ തൻ്റെ വിധിന്യായത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതുകൊണ്ടാണ് വളരെ ബിലേറ്റഡ് ആയിട്ട്, വളരെ താമസിച്ചിട്ടാണെങ്കിലും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. എന്താണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, സ്വർണം ചെമ്പാക്കി മാറ്റിയ തീരുമാനമെടുത്ത ബോർഡ് 2019 പത്മകുമാർ ചെയർമാനായിരുന്നപ്പോൾ ഉള്ള ബോർഡാണെങ്കിൽ ആ ബോർഡിന് മൊത്തം ക്രിമിനൽ കൾപ്പബിലിറ്റി ഇല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിലെന്തുകൊണ്ടാണ് നിങ്ങൾ പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഉന്നയിച്ചു. പത്മകുമാറിന് കൾപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്വമല്ലേ ആ തീരുമാനത്തിലുള്ളത്? അപ്പോൾ എന്തുകൊണ്ട് പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തു എന്ന് A. ബദറുദ്ദീൻ ചോദിച്ചു. അതിനെ തുടർന്നിട്ടാണ് 29 തീയതിയെങ്കിലും ഈ വിജയകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. എന്നാൽ അപ്പോൾ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനെ തുടർന്ന് KP ശങ്കരദാസ് തനിക്കെതിരെ ഹൈക്കോടതിയിൽ വന്ന പരാമർശങ്ങൾ നീക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചു. ദീപാങ്കർ ദത്തയുടെയും SC ജോഷിയുടെയും ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ അവർ വന്നപ്പം അവരെടുത്ത് ചവറ്റൂട്ടെ കളഞ്ഞു, ദൂരെ എറിഞ്ഞു. അവർ ചോദിച്ചു, ദൈവത്തെ പോലും വിടില്ലല്ലേ, ദൈവത്തെ പോലും നിങ്ങൾ കൊള്ളയടിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൂരെ എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കീഴ്ക്കോടതിയിൽ പോകാൻ പറഞ്ഞു. ആ വിധി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടും KP ശങ്കരദാസ് ഇപ്പോഴും കീഴ്ക്കോടതിയിൽ പോയിട്ടില്ല. അപ്പം തനിക്കെതിരെ വിധി വന്ന് തൻ്റെ സുപ്രീം കോടതിയിൽ താൻ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി ഒരാഴ്ച കഴിഞ്ഞിട്ടും KP ശങ്കരദാസ് കീഴ്ക്കോടതിയിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം KP ശങ്കരദാസിനെ അറസ്റ്റും ചെയ്യുന്നില്ല. ഞാൻ ഈ പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ ഞാൻ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ചില വിമർശനങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊരു വിമർശനമാണിത്. ഇപ്പോഴും ശക്തമായി ഞാനത് ഉന്നയിക്കുകയാണ്. KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് SITക്ക് ഒരു വിറയൽ? എന്താണ് ഒരു വിറയൽ? അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾ കീഴ്ക്കോടതി പോയിട്ടുമില്ല. അയാൾ വളരെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് നടക്കുന്നു. അയാൾ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2 മാസമായിട്ട് ജയിലിൽ, അയാളോടൊപ്പം ഇരുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് മെമ്പർ 10 ദിവസമായിട്ട് ജയിലിൽ. അയാൾക്ക് യാതൊരു കുഴപ്പമില്ല. അയാൾ അൺസ്കേത്ത്ഡായിട്ട് നടക്കുന്നു. അവിടെ നിൽക്കട്ടെ. അതിനിടയിലാണ് അയാളുടെ മകനും പിണറായി വിജയൻ്റെ കണ്ണിലുണ്ണിയും യുവതീ പ്രവേശന കാലഘട്ടത്തിൽ യുവതികളെ അവിടെ വേഷപ്രച്ഛന്നരായി ശബരിമലയിൽ കയറ്റാൻ പിണറായി വിജയൻ എല്ലാ സഹായങ്ങളും ചെയ്ത, അന്ന് കോട്ടയം SP ആയിരുന്ന, ഇപ്പോൾ തൃശ്ശൂരിൽ DIG സെൻട്രൽ റേഞ്ച് DIG ആയിരിക്കുന്ന ഹരിശങ്കറിനെ ഒരു കാരണവുമില്ലാതെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് സംതിങ് വിച്ച് മോർ ദാൻ മീറ്റ്സ് ദി ഐ എന്ന് പറഞ്ഞതുപോലെ അതിനകത്ത് എന്തോ ഒരു ദുരൂഹത നമ്മൾ കാണണ്ടേ. അതിനാണ് തൃശ്ശൂരിൽ നിന്ന് വെറുതെ എറണാകുളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ സംശയം ഞാൻ ഉന്നയിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട കോടതിയും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് എറണാകുളത്തേക്ക് വരുമ്പോൾ ഹൈക്കോടതി എല്ലാം തന്നെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിക്കുള്ളിലാണ്. ഹൈക്കോടതിയുടെ അടുത്ത് തന്നെയാണ് കമ്മീഷണറുടെ ഓഫീസും. അപ്പോൾ സ്വാഭാവികമായും KP ശങ്കരദാസ് എൻ്റെ മകൻ ഹരിശങ്കറിനെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക്, കൊച്ചിയിലേക്ക് ഈ ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. അത് നടക്കും എന്നൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, നടക്കുമെന്ന് ഞാൻ പറയുന്നുമില്ല, നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇംപെക്കബിൾ ക്രെഡൻഷ്യൽസ് ഉള്ള, അൺഇംപീച്ചബിൾ ക്രെഡൻഷ്യൽസ് ഉള്ള ന്യായാധിപരാണ് A. വിജയരാഘവനും KV ജയകുമാറുമൊക്കെ. പക്ഷേ ദുഷ്ടലാക്കോടുകൂടിയാണ്, ദുരുപദിഷ്ഠിതമായിട്ടാണ്, ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ ഹരിശങ്കറിനെ, ഈ ശങ്കരദാസിൻ്റെ മകൻ ഹരിശങ്കറിനെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്
സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് പൊതുമണ്ഡലത്തിൻ്റെ മുന്നിലും കൊണ്ടുവരാനുള്ള കാര്യം ഇതാണ്. ജുഡീഷ്യറിയെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുക എന്നുള്ള നീചവും നികൃഷ്ടവുമായിട്ടുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ശങ്കരദാസ് അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്തു നിൽക്കുമ്പോൾ ശങ്കരദാസിൻ്റെ മകൻ ഹരിശങ്കറിനെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ആരോപണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതിയൊക്കെ ഈ സിറ്റി കമ്മീഷണറുടെ പരിധിയിലാണ്. ഈ ന്യായാധിപരുടെയൊക്കെ ഈ സംരക്ഷണം മറ്റു കാര്യങ്ങൾ അതെല്ലാം നോക്കുന്നത് കൊച്ചിൻ സിറ്റി കമ്മീഷണറാണ്. ആ സിറ്റി കമ്മീഷണറായിട്ടാണ് ഇയാളെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ നീക്കം ഈ കാര്യത്തിൽ ദുരുപദിഷ്ടിതവും ദുരുദ്ദേശപരവും ദുഷ്ടലാക്കോടും കൂടിയിട്ടുള്ളതാണ്. ന്യായാധിപന്മാരുടെ ഭാഗത്തുനിന്ന് ഇതിനനുകൂലമായിട്ടുള്ള ഒരു നീക്കവും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ സർക്കാർ നടത്തിയിട്ടുള്ള ഈ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഈ നീക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.